അതെ വീടെത്താറായി. വെള്ളത്താടി ഇത് കണ്ടിട്ട് കോളനി ലുക്കാണല്ലോ. കുഴപ്പമില്ലടാ, അവനൊരു കോളനിയല്ലോ. അപ്പൊ 2 കോളനി അല്ലേ? ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കും. അവളിപ്പോ പറ്റുവോടാ, നിങ്ങൾ ധൃതി പിടിക്കല്ലേ, അവളൊന്ന് ഒരുങ്ങിക്കോട്ടെ. ഓ പയ്യനെ പെണ്ണിനെ കാണാനുള്ള ധൃതിയെ അത് കുഴപ്പമില്ല, അത് ഈ ചെറു പ്രായത്തിന്റെ അധികം ചിരിക്കില്ലേ, പാവെടുത്തിരിക്കുന്നു. രണ്ടു കുട്ടികൾക്കൊന്നും പരിചയപ്പെടാം. ഇത് പെണ്ണിന്റെ അച്ഛൻ, അത് അമ്മാവൻ, ഇത് മാമൻ, ഇത് വലിയേറി വന്ന ഒരു കൂട്ടുകാരൻ, ഇത് ചെക്കൻ. അച്ഛാ വീട് മഴയത്ത് ചോരോ? ഏയ് അങ്ങനൊന്നുമില്ല. പിന്നെ മഴ പെയ്താല് റൂമിൽ നിന്ന് വെള്ളം പുറത്തോട്ട് പോകില്ല. അപ്പൊ കുഴപ്പമില്ല, ചെക്കനും പെണ്ണിനും കുളിയൊക്കെ അകത്ത് തന്നെ ആക്കാം. അടിപൊളി. അധികം സംസാരിച്ച് നേരം കളയണ്ട, മോളെ കടന്ന് വിളിക്ക്. കുട്ടിയെ എനിക്കിഷ്ടം. ഞാൻ പറഞ്ഞോണ്ട് ശരിക്കും ചെക്കൻ ഞാനാണ്, എനിക്ക് തന്നെ ഇഷ്ടായി. അയ്യേ അച്ഛ, ഇത് 56 മോഡൽ ചെക്കനാണ്, മരവാഴ. എനിക്കൊന്നും വേണ്ടി ചെക്കൻ, എനിക്ക് ഇഷ്ടായില്ല. അച്ഛാ എന്തായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയില്ലേ, എന്നാ ഞങ്ങൾ പോട്ടെ. തുളസി അച്ഛാ, മോളോടൊന്നും എനിക്ക് സംസാരിക്കണം. മോളെ തുളസി, അതെ കൊറേ നേരം ഈ നടക്കാൻ തുടങ്ങി. എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളതേ, എനിക്ക് മറ്റുള്ള ആമ്പിള്ളേരെ കൂട്ടേ എനിക്കിങ്ങനെ കള്ളുകൂടി കഞ്ചാവ് വലിയൊന്നും ഇല്ല. പിന്നെ ഒരു ബൈക്കില്ലേ ഇങ്ങനെ ഡൂക്ക് പോലത്തെ ആ ബൈക്ക് ഓടിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല, ഓടിക്കുന്നവരും ഇഷ്ടമല്ല. ഈ വക സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ താൻ എന്തിനാണെന്നും പറഞ്ഞ് നടക്കുന്നത്. ഒരു കാര്യം പറയട്ടെ, തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടായില്ല. മാമാ എടോ വെള്ളത്താടി, ആ പെണ്ണിന് അവനെ ഇഷ്ടപ്പെട്ടില്ല. അവനേലും സുന്ദരനല്ലേ ഞാൻ, ഇഷ്ടമാരെ പൈസയും വേണം. അപ്പൊ ആ പെണ്ണിന എനിക്കാലോചിച്ചൂടെ? അത് പിന്നെ നോക്കാം. ആമാ, എനിക്ക് അവളെ കിട്ടിയാ മതി. എടാ, നിന്നെ അതൊക്കെ ഇഷ്ടപ്പെടുന്നത് നീ കുറച്ച് ഇതേപോലെ മദ്യപിക്കണം, ഡൂക്ക് വണ്ടിയൊക്കെ എടുത്തൊന്ന് കറങ്ങണം, ആളുകളൊക്കെ ആയിട്ടൊന്ന് തല്ല് പിടിക്കണം. അല്ലാണ്ട് നിന്നെ പോലെ മണം ഗുണാഞ്ചനൊക്കെ ഇഷ്ടപ്പെടൂല. മാമാ അവളെ കേട്ട ഞാൻ ഇതല്ല, ഞാൻ എന്തും ഞാൻ ചെയ്യും. ഡൂക്ക് ഓടിക്കടാ, ഡൂക്ക് ഞാൻ ഇവിടെ കുത്തി കേട്ടെ. ജിമ്മിന് പോണം, ജിമ്മിന് പോണം. വെള്ളം അടിക്കടാ, വെള്ളം. ജീരകം വെള്ളം മാത്രം കുടിക്കണ ചെക്കനാണ് ചത്ത. അവളില്ലെങ്കിൽ നമുക്ക് വേറെ പെണ്ണ് നോക്കടാ.
എന്താണ് മകനെ? എടാ ഇന്നലെ ഷാപ്പിൽ നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയാവും പറയല്ലേ? അതേടാ പൂശിയാടാ അവനൊക്കെ. എന്താണ് നോക്കണേ? ഷാപ്പി തന്നെ തീർക്കണോടാ. നാട്ടിൽ റോട്ടി കിടന്നല്ല തീർക്കണ. എന്താണിത്? കാലത്തന്നെ നടു റോട്ടിൽ തല്ലാനുള്ള നടുമ്പുറം പൊളിഞ്ഞു. കഴിഞ്ഞില്ലേ? ഇതാ പെണ്ണാണോ മരവാഴല്ലേ? എടോ ഇതാര്? തുളസിയാ? താനാകെ ഫ്രീക്കായല്ല. ഞാൻ ഫ്രീക്കായതേ തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. പിന്നെ ഞാനിപ്പോ വെള്ളടിയൊക്കെ തുടങ്ങിട്ടാ. എന്നിട്ട് എന്നിട്ടൊന്നും പറയണ്ട, ഞാൻ ആകെ വാളൊക്കെ വെച്ച്. അത് കുഴപ്പമൊന്നുമില്ല, ഡെയിലടിക്കുമ്പോഴേ റെഡി ആയിക്കോളും. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ. ഞാൻ തന്നെ കെട്ടിക്കോട്ടെ? തന്റെ അമ്മാവനല്ല തല്ലണത്, എനിക്ക് പോയി ഒന്ന് തല്ലിക്കൂടെ? അതെ, മുഹൂർത്തം നോക്കിട്ട് ഞാൻ വീട്ടുകാരെ കൂട്ടി വീട്ടിക്ക് വരാട്ടോ. വെള്ളത്താടിയേ, നിന്റെ കൈമ കൊറേ സ്വർണ്ണം കിടപ്പുണ്ടല്ലോ, അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാടാ. ഒരെണ്ണം. ആ അത് മതി. വിഷ്ണു, ഇനി തൊട്ട് വെള്ളം അടിക്കണമെങ്കിൽ നമുക്ക് ഒരേ വാള ഊരി അങ്ങോട്ട് പണയം വെക്കാം. അത് മതിയാ, നമുക്ക് നിൽക്കാം. തലവേദന എടുത്തിട്ട് വയ്യ. എന്താ ചട്ടം മലബാർ അടിച്ചതാ. അല്ല, നിങ്ങൾ ഇതുവരെ ഗേയില്ലേ അമ്പലത്തിൽ പോവാനായിട്ട്? എന്ത് പോയടി? വഴിപാടിനെ കാശിനെങ്ങനെ പെഗടിക്കാം. നിങ്ങൾക്ക് ഈ പെഗടിക്കണ വിചാരം മാത്രമേ ഉള്ളൂ. അമ്പലത്തിൽ പൂജ വയ്ക്കുന്നു, നെറ്റ് പോയി കുളിക്ക് മനുഷ്യൊന്ന്. നിങ്ങളോട് ഞാൻ കുളിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുവരെ കുളിക്കാൻ പോയില്ലേ? നിങ്ങളിപ്പോ ഞാൻ ശരിയാക്കി തരാം. ഒന്ന് വേഗം നടക്കോ, നേരം പോയി. നീ എന്തിനാ ഇത്ര തിരക്ക് പിടിക്കണേ? അമ്പലത്തിന് നാട്ടിൽ തുറക്കട്ടെ. ഞാനേ ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിലേ കുറച്ച് കഴിയുമ്പോ ഞാൻ ബാറിലൊന്ന് തപ്പിയെടുക്കേണ്ടി വരും നിങ്ങളെ. എല്ലാം എന്റെ കെട്ടിയോ. എന്തോ സ്മെല്ല് വരുന്നുണ്ടല്ലോ. ഇതല്ല പട്ടിയോ പൂച്ചയോ ചത്ത കിടക്കണേക്കും. നിങ്ങൾ വന്നേ ഇങ്ങോട്ട്.
ഇതൊന്നല്ല, ഇത് ബ്രാൻഡിയുടെ മണ. വെള്ളത്താടിയേ ഇത് ചാത്ത സാധനം ഉള്ളത്. ചാത്തനാ, നല്ല പുത്തം കൊടുത്ത് മേടിച്ച മുതലാണത്. മാമാ മൂന്ന്. അതെ, നിങ്ങൾ ഇവിടെ വെള്ളം അടിച്ചിരുന്നോ? ഞങ്ങൾ അമ്പലത്തിൽ പോവാ. വാ മനുഷ്യ. നിങ്ങൾ ഇപ്പോഴും നന്നാവാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലേ മനുഷ്യ? എനിക്കിഷ്ടണ്ടായിട്ടല്ലടി മോളെ, മാമൻ നിർബന്ധിച്ചിട്ടാ. മോളെ, മാമൻ പാവട്ട, ഒന്നും വിചാരിക്കരുത്. കഞ്ഞി വെന്തിട്ട് തരാട്ടാ. എടോ മനുഷ്യ, ഇനിയെങ്കിലും ഒന്ന് പണിക്കൊക്കെ ഒന്ന് പൊക്കൂടെ? ഒരു പെൺകൊച്ചിനെ വളർന്നു വരുന്നത്. മോളെ, നിന്റെ അച്ഛൻ നിന്റെ അമ്മേനെ നല്ല സ്വഭാവത്തിൽ പെണ്ണ് കാണാൻ വന്നപ്പോ നിന്റെ അമ്മയ്ക്ക് കള്ളുകൂടിയന്മാരെയും കഞ്ചാവ് അടിക്കുന്നവര് ദൂക്കൊടിക്കുന്നവരെയൊക്കെ ആയിരുന്നു. നിന്നെ കെട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. നീ തന്നെ അനുഭവിച്ചു.